യൂത്ത് കോൺഗ്രസ് തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി ചുമതലയേറ്റു. പ്രസിഡന്റ് അൽത്താഫ് സുധീറും ഭാരവാഹികളുമാണ് ചുമതലയേറ്റത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അൻസാരി അടിമാലി യോഗം ഉദ്ഘാടനം ചെയ്തു. KSU മുൻ ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി അൻസാരി അടിമാലി യോഗം ഉദ്ഘാടനം ചെയ്തു. സജീവമാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തന രംഗത്ത് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ സഹോദരന് കഴിയട്ടെ എന്നാണ് ആദ്യമായി ഞാൻ പറയുന്നത്. എല്ലാ വാർഡുകളിലും നിർബന്ധമായി യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റികൾ എടുക്കുക എന്നുള്ളതാണ് വലിയ ചുമതലയാണ് അൽത്താഫിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ ചെയ്യുന്നത്. അതെടുക്കുകയും അതിനോടൊപ്പം തന്നെ യൂണിറ്റ് കമ്മിറ്റികളും പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തുവാനായി ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചാൽ നമ്മുടെ ഈ മേഖലയിൽ സംഘടനാപരമായി നമുക്ക് പഴയ ശക്തിയോടുകൂടി തിരിച്ചു വരാൻ കഴിയും. തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. KSU കുന്നം യൂണിറ്റ് നേതൃത്വത്തിൽ ഫുട്ബോൾ ടീമിനുള്ള ജേഴ്സി വിതരണം KSU ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ചാർലി ആന്റണി, TJ പീറ്റർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MH സജീവ്, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അസ്ലം മൂലിക്കൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ മുനീർ CM, റമീസ്, മണ്ഡലം പ്രസിഡന്റുമാരായ ജോസ് കെ പീറ്റർ, റഹ്മാൻ ഷാജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ മികച്ച പൊതുപ്രവർത്തകനുള്ള ആദരവ് DCC മെമ്പറും മുൻ മുനിസിപ്പൽ കൗൺസിലറുമായ KM ഷാജഹാൻ ചടങ്ങിൽ ഏറ്റുവാങ്ങി. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.